ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ്, വന്ദേ മാതരം അടിച്ചേൽപ്പിക്കുന്നതാണ് എന്ന്. എന്താണ് അങ്ങനെ ഒരു നിലപാടിന് കാരണം? സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശഭക്തി അലയടിക്കുന്ന ഒരു സമയത്ത് ഒരു ദേശഭക്തി ഗാനമായി തന്നെ ഉപയോഗിച്ചിരുന്നതാണല്ലോ വന്ദേ മാതരം. അതെങ്ങനെ ശരിയാവണേ? സന്യാസി റിബല്യൻ ഉണ്ടായി വരുന്നതാണ്. അത് മുസ്ലിം ലാൻഡ് ലോഡ്സിനെതിരെ എന്നും അല്ലെങ്കിൽ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ എന്നുള്ള രൂപത്തിലെല്ലാം ഒരു ഹിന്ദു നാഷൻഹുഡിനെ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ഭാരതത്തെ ഒരു അമ്മയായി, ഒരു ദൈവമായി കണ്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, റിബല്യന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു നരേഷനാണ് ആനന്ദമഠത്തിലുള്ളത്. ആനന്ദമഠത്തില് ആ ഭൂമിദേവയെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്ന ഒരു പാട്ട്, ആ ഒരു 6 ചരണങ്ങളുള്ള 6 സ്റ്റാൻസുകളുള്ള ആ പാട്ട്, അത് പിന്നീട് കോൺഗ്രസിന്റെ വേദികളിലേക്ക് ഒരു ഇന്ത്യന്റെ ഒരു ഔദ്യോഗിക ഗാനമായിട്ട്, ഒരു ദേശഭക്തി എന്നുള്ള രൂപത്തിലുള്ള ഗാനമായിട്ട് എടുക്കുമ്പോഴും അവിടെ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം കൊണ്ട് മാറ്റി എന്ന് പറയുന്നതിനേക്കാളും, അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടുകൾ കൊണ്ട് മാറ്റി എന്ന് പറയുന്നതിനേക്കാളും ഇന്ത്യയുടെ മതേതര മനസ്സിന്റെ നിലപാട് കൊണ്ട് മാറ്റി എന്ന് പറയുന്നതാണ് ശരി. മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ഇന്ത്യയെ ഇപ്പൊ സമകാലികമായി കഴിഞ്ഞ ഒരു 10 വർഷമായി നമ്മൾ കാണുന്ന രൂപത്തിൽ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകം ലക്ഷ്യമിട്ട് ആക്രമിക്കുന്ന ഇത്തരം ചില നിലപാടുകൾ ഭരണപക്ഷത്തിന്റെ അധികാരത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് സത്യത്തിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധയോ എന്നൊക്കെ അതിന്റെ രണ്ടാമത്തെ പാട്ടാണ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഹി ദുർഗ ദാസ പരാഹണ പ്രഹരണധാരിണി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദുർഗ, അവിടെ 3 ദേവതകൾ അതിന്റെ അവസാനത്തെ ആ 2 ചരണങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന് ദുർഗ പറയുന്നുണ്ട്, ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും പറയുന്നുണ്ട്. അപ്പൊ ഈ ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും എല്ലാം ഇവരെ ഒന്ന് സമ്പത്തിന്റെ സമൃദ്ധിയുടെ ദേവതയാണ്, ഒന്ന് അധികാരത്തിന്റെ പോരാട്ടത്തിന്റെ ദേവതയാണ്, സരസ്വതി വിജ്ഞാനത്തിന്റെ ദേവതയാണ്. അപ്പൊ ഇതൊക്കെ ദൈവങ്ങളാണ്. ആ ദൈവങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് അവർക്ക് വന്ദേ മാതരം എന്ന് അവരെ വന്ദിക്കുന്ന വരികൾ കൃത്യമായി ഇതെങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു മതേതര രംഗത്തേക്ക് ഇത്തരം ഒരു പ്രാർത്ഥന, ഇതിനൊരു പ്രാർത്ഥന എന്നാ പറയാ. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇങ്ങനെയുള്ള മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവിടുത്തെ ഭൂമിദേവതയെ വിളിച്ചിട്ട് ദുർഗയെ ഞങ്ങൾ നമിക്കുന്നു, സരസ്വതിയെ ഞങ്ങൾ നമിക്കുന്നു, ലക്ഷ്മിയെ ഞങ്ങൾ നമിക്കുന്നു എന്ന് പറഞ്ഞ അത് അവരുടെ മതത്തിനെതിരാണ്. അല്ലോ അതൊക്കെ നമുക്ക് ഹറാമാണ്. നമ്മളില്ലേ ജനങ്ങൾക്കുള്ള പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എണീറ്റ് നിൽക്കുക എന്നുള്ളതാണ്. അല്പം മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞ അതേ കാര്യം യഹോവ സാക്ഷികളുടെ കേസിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം എന്നാണ് കോടതി പറഞ്ഞത്, നിങ്ങൾ പാടണമെന്ന് നിർബന്ധമില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഒരു ഗാനത്തിന്റെ പെർഫോമൻസ് അവിടെ നടക്കുമ്പോൾ അത് ദേശീയ താല്പര്യത്തിലുള്ള ഗാനമാകുമ്പോൾ അതിനെ ബഹുമാനിക്കാനായിട്ട് എണീറ്റ് നിന്നാൽ മാത്രം മതി. അത്ര മാത്രമേ ഇത് പറയുന്നുള്ളൂ. അല്ലാതെ നിങ്ങളിത് പഠിക്കണമെന്നോ നിങ്ങളിത് പാടണമെന്നോ ആരും പറയുന്നില്ല. അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇല്ല. അപ്പൊ യഹോവ സാക്ഷികളുടെ കേസിനെ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ നടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്ത് കാരണത്താലാണ് പിന്നീട് വന്ദേ മാതരത്തിനെ എതിർക്കുന്നത്? കാരണം അതിന്റെ പ്രോട്ടോകോളിൽ എവിടെയെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് പാടിയിരിക്കണം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. വെറുതെ ഓരോ പടങ്ങളും കണ്ടിട്ട് വന്ന് അടിച്ചു വിടുകയാണ്. 2, ഇതൊരു ഹിന്ദു നേഷൻഹുഡിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗാനമല്ല. അതിന്റെ ചരിത്രം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. അറിയോ? ക്ഷമിക്കണം, എനിക്ക് ഈ ചരിത്രം എന്താണെന്ന് അറിയില്ല. ഇതിൽ ദൈവത്തെയാണ് പ്രകീർത്തിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിനെ പ്രകീർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് ഏത് ദൈവത്തിനെയാണ് എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ ഇന്ത്യയുടെ നിലവിലത്തെ ജനഗണമനയുമായി ബന്ധപ്പെട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. ആ കോൺട്രവേഴ്സിയിൽ പറഞ്ഞിരുന്നത് ബംഗാൾ വിഭജനം റദ്ദാക്കുന്ന സമയത്ത് ഇവിടെ വന്ന ബ്രിട്ടീഷ് ചക്രവർത്തിയെ പ്രകീർത്തിച്ചിട്ടുകൊണ്ടാണ് ആ ഗാനം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് അതിൽ ക്ലാരിഫിക്കേഷൻ, അതായത് ഭാരത ഭാഗ്യ വിധാതാവ്, ആ വിധാതാവ് ആരാണ് എന്നായിരുന്നു അന്നത്തെ ചോദ്യം. അപ്പോൾ അന്ന് അവസാനം വർഷങ്ങൾ നീണ്ട ഒരു മൗനത്തിന് ശേഷം ആ ഗാനം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോർ തന്നെ പറഞ്ഞത് ഏതെങ്കിലും ഒരു ജോർജ് 5-ാമനെയോ 6-ാമനെയോ ഒന്നും അല്ല ഞാൻ പ്രകീർത്തിക്കുന്നത് ദൈവത്തിനെയാണ് എന്നാണ്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മാസ് സിംഗിങ് അവിടെ വരുന്നുണ്ടല്ലോ, ഏറ്റുപാടുക എന്നുള്ളത് തന്നെയാണല്ലോ അതിൽ വന്നിരിക്കുന്നത്. പിന്നെ എണീറ്റ് നിൽക്കണം എന്നുള്ളത്. ശ്രീ മുഹമ്മദ് അമീർ, ഈ എണീറ്റ് നിൽക്കണം വന്ദേ മാതരം പാടുമ്പോൾ അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണോ? മാസ് സിംഗിങ് ഒഴിവാക്കിയാൽ, ഏറ്റുപാടുന്ന ഒഴിവാക്കിയാൽ എണീറ്റ് നിൽക്കാനും പറ്റില്ല എന്നാണോ? മഞ്ജു ശൈലി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിർബന്ധിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന പ്രോട്ടോകോളിൽ പതാക ഉയർത്തുമ്പോൾ ഇനി മുതൽ പാടേണ്ടത് ഈ ഗാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വന്ദേ മാതരമാണ് ആലപിക്കേണ്ടത് എന്നുള്ളത്.
സ്വാഭാവികമായിട്ടും ഇവിടെ ഓഗസ്റ്റ് 15-നും ജാനുവരി 26-നും എല്ലാ സ്കൂളുകളിലും നിർബന്ധമായിട്ടും പതാക ഉയർത്തണം. ഇവിടെ മുസ്ലിം ന്യൂനപക്ഷ സ്കൂളുകളുണ്ട്, ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിൽ പതാക ഉയർത്തുമ്പോൾ അവിടെ 100% മുസ്ലിങ്ങളാണെങ്കിൽ അവിടെ ആരാണ് ഈ വന്ദേ മാതരം ആലപിക്കുക? ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല. 100% മുസ്ലിങ്ങളുള്ള ഒരു സ്കൂള്, ആ സ്കൂളിൽ പതാക ഉയർത്തുമ്പോൾ ആരാണ് ഈ നാഷണൽ സോങ് പാടുക? മൊയിലാളി ആര്? കള്ളനല്ലേ, പെരുങ്കള്ളനല്ലേ. 1882 പുറത്തു വന്നിരിക്കുന്ന ഒരു ഗാനം, അത് ഏത് സമയത്താണ് അതിലെ ഈ 2 സ്റ്റാൻസയായിട്ട് ട്രങ്കേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്? 55 വർഷം അത് പാടിയതിന് ശേഷമാണ്. അതാരാ പാടിയത്? നമ്മുടെ നാട്ടിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഇതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്ന 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതിന്റെ നിരോധനത്തിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ബ്രിട്ടീഷുകാരും മറ്റേത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമാണ്. ഈ ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? 2 ആൾക്കാരല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന മുസ്ലിങ്ങൾക്ക് ഇത് പാടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഊർജ്ജം പകർന്ന ഗാനമാണ് വന്ദേ മാതരം. അതിന്റെ പൂർണ്ണമായ സ്റ്റാൻസയാണ് 1937 വരെ 55 വർഷം പാടിയത്. നമ്മുടെ രാജ്യത്തിനെ അമ്മയായിട്ട്, ദേവതയായിട്ട് ചിത്രീകരിക്കുന്നത് വഴി രാജ്യത്തിനോടുള്ള സ്നേഹം, പോരാട്ട വീര്യം, ഈ ഗുണങ്ങളെയൊക്കെ തന്നെയാണ് ഈ ഗാനം മുന്നോട്ട് വെക്കുന്നത്. അത് നടക്കില്ല. തലയ്ക്കെന്താ തകരാറാണ് മേഡം? മഹാത്മാഗാന്ധി ഈ ലീഗിന്റെ എതിർപ്പിനെ തുടർന്ന് ഈ ഗാനം മുറിക്കാനായിട്ട് തീരുമാനിച്ചതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഗുവാഹത്തിയിൽ വെച്ച ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് വന്ദേമാതരം എല്ലാവരും പൂർണ്ണ രൂപത്തിൽ പാടണമെന്നാണ്. കാരണം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തിന്റെ പ്രതീകമാണ് ഈ ഗാനം എന്നാണ് പറഞ്ഞത്. ഇനി ഇത് മുസ്ലിം വിരുദ്ധമാണ് എങ്കിൽ ബംഗാൾ വിഭജനത്തിനെതിരെ 1905 സ്വദേശി മൂവ്മെന്റ് അവിടെ നടക്കുന്ന സമയത്ത് ബാരിസാൾ, ഇന്നത് ബംഗ്ലാദേശിലാണ്, 10,000-ലധികം ആൾക്കാർ, ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങൾ ഉൾപ്പെടെ 10,000-കണക്കിന് ആൾക്കാർ അവിടെ തടിച്ചുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിച്ചപ്പോൾ വന്ദേമാതരം മാത്രമാണ് അവിടെ പാടുന്നത്. വേറെ ഒരു പാട്ടുമില്ല, വേറെ ഒരു സ്ലോഗനുമില്ല. ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. പൊതുനിരത്തെ മനുഷ്യർക്ക് മനപ്രയാസമില്ലാതെ യാത്ര ചെയ്യാനുള്ളതാ. വന്ദേമാതരം പാടാനായിട്ട് അന്ന് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ശേഷം കോൺഗ്രസിൽ എത്രയോ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണല്ലോ മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹം വന്ദേമാതരത്തിനെ പറ്റി പബ്ലിക്കായിട്ട് എഴുതിയിട്ടുള്ളത് എന്താണ്? ഏകത്വം, ശാന്തി, ഈ 2 ഇസ്ലാമിക മൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ദേശഭക്തി ഗാനമാണ് വന്ദേമാതരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തമാശ കളിക്കരുത്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കോൺഗ്രസിന്റെ എല്ലാ സെഷനുകളിലും നിർബന്ധമായിട്ട് വന്ദേമാതരം പാടണമെന്ന് തീരുമാനിച്ചത്. അപ്പൊ അദ്ദേഹം ഒരു ഡെഡിക്കേറ്റഡ് മുസ്ലിം ആയിരുന്നു, മുസ്ലിം പണ്ഡിതനായിരുന്നു എന്ന് നമുക്കറിയില്ലേ? അത് ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അല്ലാതെ അദ്ദേഹം ഒരു ഏത്തീസ്റ്റ് ഒന്നും ആയിരുന്നില്ല. നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായിരുന്നു റാഫി അഹമ്മദ് കിദ്വായി. അദ്ദേഹം എന്താ പറഞ്ഞത്? ദേശീയതയുടെ പ്രതീകം എന്ന നിലയ്ക്ക് ഈ ഗാനത്തിന്റെ ഏറ്റവും വലിയ പ്രൊമോട്ടർമാരിൽ ഒരാളായിട്ട് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹം അടിയുറച്ച ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? 1882 മുതൽ 1937 വരെ ഈ ഗാനത്തിനെ പൂർണ്ണമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിങ്ങുകളിൽ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും പാടിയിരുന്നതാണ്. ആ സമയത്ത് അവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. സമരത്തിന് ഒന്നിച്ച്, അതിനാണ് ഞാൻ ബരിസാൾ പറഞ്ഞത്. ബരിസാൾ വളരെ ചരിത്രപരമായിട്ടുള്ള സമരമായതുകൊണ്ടാണ് ഞാൻ ബരിസാൾ പ്രത്യേകിച്ച് പറഞ്ഞത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്ന് വന്ദേ മാതരം എൻഡ് ടു എൻഡ് ആലപിച്ചിട്ടാണ് അവിടെ പോകുന്നത്. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇത് നമുക്ക് മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന പാട്ട്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന പാട്ട്, യേശു ക്രിസ്തുവിനെ പ്രകീർത്തിക്കുന്ന പാട്ട് അത് പകരം പാടുമോ എന്ന്. ഞാൻ പറഞ്ഞത്, ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എങ്ങനെയാണോ ഭാരതമാതാവിനെ കണ്ടത് അതിനെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുക എന്ന ചരിത്രമുണ്ട്. അതല്ലാതെ നമ്മൾ ഇവിടെ ദുർഗയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതിയിട്ട് ആ പാട്ടിനെ ഇന്ത്യയുടെ ദേശീയ ഗാനമാക്കണം എന്നല്ല ആരും പറഞ്ഞത്. ഇത് അദ്ദേഹം എങ്ങനെയാണോ കണ്ടത്, അതെങ്ങനെയാണോ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വിപ്ലവ ഊർജ്ജം പകർന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതിലെന്താ പറഞ്ഞറിയാവോ? ആ കോണ്ടെക്സ്റ്റിനെയല്ലേ നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നത്, അതല്ലാതെ മറ്റേതെങ്കിലും ഒരു തരത്തിലാണോ? അത് മതപരമായിട്ട് എന്നാൽ പിന്നെ ഇന്ന രീതിയിലത്തേക്കുള്ള ഒരു ദൈവത്തിന്റെ ഒരു പടം വേണം, അല്ലെങ്കിൽ ഇത് നമുക്ക് മാറ്റിയിട്ട് ശിവന്റെ ഒരു പാട്ട് നാളെ മുതൽ നമുക്ക് ദേശീയ ഗീതമാക്കാം എന്നാണോ ആരെങ്കിലും പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയല്ല. ഞാൻ പറയുന്നത് വിവിധ ഭാഷകളിലുള്ള, വിവിധ പ്രായങ്ങളിലുള്ള, വിവിധ മതവിശ്വാസങ്ങളിലുള്ള ആൾക്കാർ, പല ആൾക്കാർക്കും ഇത് പാടുന്നതിനോ ഇതിനെ ഒരു വാർ ക്രൈ എന്ന നിലയ്ക്ക്, ഒരു വിപ്ലവ മുദ്രാവാക്യം എന്ന നിലയ്ക്ക് ഉപയോഗിക്കുന്നതിനോ എത്രയോ ആൾക്കാർ, അത് ഏത് മതത്തിലാണെന്നോ ഏത് ജാതിയിലാണെന്നോ ഏത് വിശ്വാസമാണ്, ഏത് പ്രായമാണ്, ഏത് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്, ഇതൊന്നുമില്ലാതെ രാജ്യത്തിനെ ഒന്ന് എന്ന രീതിയിലത്തേക്ക് ഒന്നിപ്പിച്ചിരിക്കുന്നതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ ഒരു പാട്ട്, അതിലൊരു മതപരമായിട്ടുള്ള ഒരു ചിഹ്നമുണ്ട് എന്നതിൻ്റെ പേരിൽ നമുക്കത് സ്വീകരിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മോസ് റെജിമെന്റിന്റെ വാർ ക്രൈ എന്താ? ബ്രഹ്മോസ് റെജിമെന്റിനാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വാർ ക്രൈ വന്നിരിക്കുന്നത്.
ഇന്ത്യയുടെ സെക്യുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണല്ലോ ആർമി. എന്താ വാർ ക്രൈ? സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളതാണ്. എത്ര വിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്? ഇനി ശബരിമലയിൽ എല്ലാവർക്കും പോകാം എന്നുള്ളതാണ് ഇതിന്റെ ന്യായമെങ്കിൽ മറ്റെത്രയോ റെജിമെന്റുകളുണ്ട്. രാജ രാമചന്ദ്ര കി ജയ് റെജിമെന്റുകളല്ലേ? ജയ് കാളി, ജയ് മാ, ഇതൊക്കെ നമ്മുടെ റെജിമെന്റുകളുടെ അതിനൊക്കെ ഒരു ചരിത്രമില്ലേ? ഇപ്പൊ സത് ശ്രീ അകാൽ, ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എന്തിന്റെ പേരിലാ? മതത്തിന്റെ പേരിലല്ല. നമ്മുടെ രാജ്യത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രപരമായ കാരണങ്ങളാലാണ് ഈ പല കാര്യങ്ങളും വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുക, അത് നമ്മുടെ സംസ്കാരത്തിന്റെയും രാജ്യത്തിന്റെയും ഭാഗമായി മാറുക എന്നതിൽ എന്തെങ്കിലും പ്രശ്നം പറയാൻ പറ്റുമോ? നമ്മൾ